പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഫാദർ മന്ത്ര STR അറ്റ് ഗോസ്പൽ സുവിശേഷം ഇന്ന് ഒരു ധ്യാന വായന എന്ന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നാം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44 വാക്യത്തിലേക്കാണ് മടങ്ങി വരുന്നത്. സ്വർഗരാജ്യം ഒരു വയലിൽ മറഞ്ഞിരിക്കുന്ന നിധി പോലെയാണ്. ഒരാൾ അത് കണ്ടെത്തി വീണ്ടും മറച്ചു വെച്ചു. സന്തോഷപൂർവം പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങി. കഴിഞ്ഞ എപ്പിസോഡിലും നാം ഇതേ ഉപമയാണ് ധ്യാനിച്ചത്. അപ്പോൾ സ്വാഭാവികമായി ഒരു ചോദ്യം ഉയരാം, ഇതേ ഉപമ വീണ്ടും എന്തുകൊണ്ട്? കാരണം യേശുവിൻ്റെ ഓരോ ഉപമയും ഒരു കഥ മാത്രമല്ല, അത് ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ദൈവിക പഠനശാലയാണ്. ഒരു ഉപമ ഒരിക്കൽ വായിച്ചാൽ അതിൻ്റെ ആഴം മുഴുവൻ തുറന്നു കിട്ടുന്നില്ല. ഓരോ തവണയും അതിലേക്ക് മടങ്ങി വരുമ്പോൾ ഒരു പുതിയ ആത്മീയ സത്യം വെളിപ്പെടും. കഴിഞ്ഞ ധ്യാനത്തിൽ നാം നിധി കണ്ടെത്തിയ മനുഷ്യനെ കുറിച്ചാണ് ചിന്തിച്ചത്. ഇന്ന് ഈ ഉപമയിൽ മറഞ്ഞിരിക്കുന്ന മറ്റൊരു ആത്മീയ നിയമം കണ്ടെത്താൻ പോവുകയാണ്. ഈ നിയമം ഇതാണ്: രൂപത്തിൽ പ്രവേശിക്കാതെ സാരത്തെ കണ്ടെത്താനാവില്ല. എന്നാൽ രൂപത്തിൽ മാത്രം നിന്നാൽ സാരത്തെ നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ഈ ഉപമയിൽ യേശു 2 യാഥാർത്ഥ്യങ്ങളെ അവതരിപ്പിക്കുന്നു. ഒന്ന് വയൽ, 2 നിധി. നിധി വയലിനുള്ളിലാണ്, എന്നാൽ വയൽ നിധിയല്ല. ഈ ചെറിയ വ്യത്യാസം തിരിച്ചറിയുന്നതാണ് ആത്മീയ വിവേകത്തിൻ്റെ ആരംഭം. ഈ ഉപമയിലെ വയൽ എന്തിനെ പ്രതിനിധീകരിക്കുന്നു? വയൽ എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ദൃശ്യമായ ഭാഗമാണ്. നമ്മുടെ ശരീരം, മനസ്സ്, കുടുംബം, ജോലി, ബന്ധങ്ങൾ. വിശുദ്ധ ഗ്രന്ഥം, പ്രാർത്ഥന, മതം, ആരാധന, ആചാരങ്ങൾ, ഇവയെല്ലാം നമ്മുടെ വയലിലാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, യേശു വയലിനെ നിഷേധിക്കുന്നില്ല. വയൽ വാങ്ങാനാണ് അവിടെ നിന്ന് പറയുന്നത്. എന്തുകൊണ്ട്? കാരണം നിധി വയലിന് പുറത്തല്ല, നിധി വയലിനുള്ളിലാണ്. അതുകൊണ്ട് രൂപം സാരത്തെ വഹിക്കുന്നു. രൂപം സാരത്തിലേക്കുള്ള വാതിലാണ്. ഒരു വിത്തിന് മണ്ണ് ആവശ്യമാണ്, ഒരു സംഗീതത്തിന് ശബ്ദം ആവശ്യമാണ്, ഒരു ചിന്തയ്ക്ക് ഭാഷ ആവശ്യമാണ്. അതുപോലെ സാരം രൂപത്തിലൂടെയാണ് വെളിപ്പെടുന്നത്. ഇപ്പോൾ ഒരു വലിയ ആത്മീയ സത്യത്തിലേക്ക് വരാം. മനുഷ്യൻ ആദ്യം കാണുന്നത് രൂപമാണ്, പിന്നീട് മാത്രമാണ് സാരത്തെ കണ്ടെത്തുന്നത്. ഒരു പുസ്തകം നോക്കൂ, ആദ്യം കാണുന്നത് അതിൻ്റെ പുറം ചട്ടയാണ്. പക്ഷേ പുസ്തകത്തിൻ്റെ മൂല്യം പുറം ചട്ടയിലല്ല, അതിൻ്റെ ആശയത്തിലാണ്. ഒരു വീട് നോക്കൂ, ചുവരുകളാണ് ആദ്യം കാണുന്നത്. എന്നാൽ ഒരു വീടിനെ ഭവനമാക്കുന്നത് ചുവരുകളല്ല, അതിലുള്ള സ്നേഹവും ബന്ധങ്ങളുമാണ്. ഒരു മനുഷ്യനെ നോക്കൂ, മുഖമാണ് ആദ്യം കാണുന്നത്. എന്നാൽ മനുഷ്യൻ്റെ മഹത്വം മുഖത്തല്ല, അവൻ്റെ സ്വഭാവത്തിലും സ്നേഹത്തിലും സത്യനിഷ്ഠയിലുമാണ്. ഇതാണ് രൂപവും സാരവും. രൂപം കണ്ണുകൊണ്ട് കാണാം, സാരം ഹൃദയം കൊണ്ട് മാത്രം തിരിച്ചറിയാം. സമൂഹത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. പലപ്പോഴും നാം വസ്ത്രത്തെയും സ്ഥാനത്തെയും സമ്പത്തിനെയും പദവിയെയും വിലമതിക്കുന്നു. എന്നാൽ ഒരു സമൂഹത്തിൻ്റെ യഥാർത്ഥ സമ്പത്ത് അതിൻ്റെ മൂല്യങ്ങളാണ്, വിശ്വാസമാണ്, നീതിബോധമാണ്, പരസ്പര സ്നേഹമാണ്. ആത്മീയ ജീവിതത്തിലും ഇതേ നിയമം പ്രവർത്തിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് രൂപമുണ്ട്, ആരാധനയ്ക്ക് രൂപമുണ്ട്, വിശുദ്ധ ഗ്രന്ഥത്തിന് രൂപമുണ്ട്, ആചാരങ്ങൾക്ക് രൂപമുണ്ട്. എന്നാൽ ഇവയുടെ എല്ലാം ലക്ഷ്യം ഒന്നേയുള്ളൂ: സാരത്തെ വെളിപ്പെടുത്തുക. രൂപം സാരത്തെ മറയ്ക്കാനല്ല, വെളിപ്പെടുത്താനാണ്. പക്ഷെ ഒരു അപകടമുണ്ട്. മനുഷ്യൻ പലപ്പോഴും രൂപത്തിൽ തൃപ്തനാകുന്നു. വാതിലിനരികിൽ നിൽക്കും, വീട്ടിലേക്ക് കയറുകയില്ല, ഭൂപടം പഠിക്കും, യാത്ര ചെയ്യുകയില്ല, ആചാരം പാലിക്കും, പക്ഷെ ദൈവത്തെ കണ്ടെത്തുകയില്ല.
അപ്പോഴാണ് ആത്മീയ ജീവിതം നിശ്ചലമാകുന്നത്. ഇനി ഈ ഉപമയിലെ നിധിയിലേക്ക് വരാം. നിധി എന്താണ്? യേശു പറയുന്നു, സ്വർഗരാജ്യം ഒരു വയലിൽ മറഞ്ഞിരിക്കുന്ന നിധി പോലെയാണ്. നിധി ഇവിടെ മുമ്പേ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ നിധി ഉണ്ടാക്കിയതല്ല, അവൻ കണ്ടെത്തിയതാണ്. ഇതാണ് സുവിശേഷത്തിന്റെ വലിയ ആത്മീയ സത്യം. സാരം സൃഷ്ടിക്കപ്പെടേണ്ടതല്ല, കണ്ടെത്തപ്പെടേണ്ടതാണ്. ഒരു ശില്പി പ്രതിമ സൃഷ്ടിക്കുന്നില്ല, കല്ലിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന പ്രതിമയെ വെളിപ്പെടുത്തുകയാണ്. ഒരു ശാസ്ത്രജ്ഞൻ ഒരു പ്രകൃതി നിയമം ഉണ്ടാക്കുന്നില്ല, അത് കണ്ടെത്തുകയാണ്. അതുപോലെ ആത്മീയ ജീവിതത്തിലും ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് പിന്നീട് വരുന്നതല്ല, അവിടുന്ന് മുമ്പേ സന്നിഹിതനാണ്. ദൈവരാജ്യം മുമ്പേ ഇവിടെ ഉണ്ട്. മനുഷ്യന്റെ യഥാർത്ഥ സ്വത്വം മുമ്പേ അവനിലുണ്ട്. അത് മറഞ്ഞിരിക്കുന്നു, അത് കണ്ടെത്തപ്പെടാൻ കാത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ആത്മീയ ജീവിതം പുതിയൊന്ന് ചേർക്കുന്ന യാത്രയല്ല, മറഞ്ഞിരിക്കുന്ന നിധിയെ കണ്ടെത്തുന്ന യാത്രയാണ്. ഈ ഉപമയിലെ ഏറ്റവും മനോഹരമായ സത്യം ഇതാണ്. നിധി കണ്ടെത്തിയ മനുഷ്യൻ വയലിലേക്ക് ഇറങ്ങി. അവൻ ദൂരത്ത് നിന്നില്ല, വയലിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്നില്ല, വയലിനെ വിമർശിച്ചു കൊണ്ടിരുന്നില്ല. അവൻ വയലിലേക്ക് ഇറങ്ങി. ഇതാണ് ആത്മീയ ജീവിതത്തിന്റെ ആദ്യ നിയമം. വയലിലേക്ക് ഇറങ്ങി വരാതെ നിധി കണ്ടെത്താനാവില്ല. ഈ സത്യം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകൾക്കും ബാധകമാണ്. കുടുംബം ഒരു വയലാണ്. കുടുംബത്തിൽ നിന്ന് ഓടിപ്പോകുന്നവന് കുടുംബ സ്നേഹത്തിന്റെ നിധി കണ്ടെത്താനാവില്ല. ബന്ധങ്ങളെ പരിപാലിക്കാനും ക്ഷമിക്കാനും കേൾക്കാനും സ്നേഹിക്കാനും തയ്യാറാകുമ്പോഴാണ് ആ വയലിൽ നിധി വെളിപ്പെടുന്നത്. സമൂഹം ഒരു വയലാണ്. സമൂഹത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവന് മനുഷ്യ സാഹോദര്യത്തിന്റെ നിധി കണ്ടെത്താനാവില്ല. സേവിക്കുമ്പോഴും പങ്കുവെക്കുമ്പോഴും മറ്റുള്ളവരുടെ വേദനയെ സ്പർശിക്കുമ്പോഴുമാണ് ആ നിധി കണ്ടെത്തുന്നത്. ജോലി ഒരു വയലാണ്. ജോലിയെ ഒരു ഭാരമായി മാത്രം കാണുന്നവന് അതിൻ്റെ അർത്ഥം കണ്ടെത്താനാവില്ല. ഉത്തരവാദിത്വത്തോടെയും ആത്മാർത്ഥതയോടെയും പ്രവർത്തിക്കുമ്പോൾ ജോലി ഒരു ഉപജീവന മാർഗം മാത്രമല്ല, മനുഷ്യനെ രൂപപ്പെടുത്തുന്ന വിദ്യാലയമായി മാറുന്നു. നമ്മുടെ മതം ഒരു വയലാണ്. ആരാധന, പ്രാർത്ഥന, വിശുദ്ധ ഗ്രന്ഥം, കുദാശകൾ ഇവയെല്ലാം വയലാണ്. ഈ രൂപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവന് ദൈവരാജ്യത്തിന്റെ നിധി കണ്ടെത്താനാവില്ല. അതേസമയം രൂപത്തിൽ മാത്രം കുടുങ്ങിയാലും നിധി കണ്ടെത്താനാവില്ല. ആചാരങ്ങൾ പാലിച്ചിട്ടും ദൈവത്തെ കണ്ടെത്താതെ പോകാം. വിശുദ്ധ ഗ്രന്ഥം വായിച്ചിട്ടും വചനം ജീവിതമാകാതെ പോകാം. ആരാധനയിൽ പങ്കെടുത്തിട്ടും ദൈവ സാന്നിധ്യം അനുഭവിക്കാതെ പോകാം. അതുകൊണ്ട് രൂപത്തിലേക്ക് പ്രവേശിക്കണം, എന്നാൽ സാരത്തെ അന്വേഷിച്ചുകൊണ്ട്. പുരോഹിത ജീവിതവും സമർപ്പിത ജീവിതവും ഒരു വയലാണ്. വസ്ത്രം, നിയമങ്ങൾ, ദിനചര്യ, ശുശ്രൂഷ, സമൂഹ ജീവിതം ഇവയെല്ലാം രൂപങ്ങളാണ്. എന്നാൽ ഇവയുടെ ലക്ഷ്യം പുറംഘടന സൃഷ്ടിക്കുകയല്ല, ക്രിസ്തുവുമായുള്ള ആഴമുള്ള ഐക്യത്തിലേക്ക് നമ്മെ നയിക്കുകയാണ്. അതുകൊണ്ട് സമർപ്പിത ജീവിതത്തിന്റെ നിധി കണ്ടെത്തണമെങ്കിൽ അതിൻ്റെ വയലിലേക്ക് മുഴുവൻ ഹൃദയത്തോടെയും ഇറങ്ങി വരണം. അവസാനം സ്വന്തം മനസ്സ് തന്നെയാണ് ഏറ്റവും വലിയ വയൽ. അനേകം ആളുകൾ ലോകം മുഴുവൻ അറിയാൻ ശ്രമിക്കുന്നു, പക്ഷെ സ്വന്തം ഹൃദയത്തിലേക്ക് ഇറങ്ങി വരാൻ ഭയപ്പെടുന്നു. സ്വന്തം മുറിവുകളെയും ചോദ്യങ്ങളെയും ദൗർബല്യങ്ങളെയും നേരിടാതെ സ്വന്തം ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന നിധിയെ കണ്ടെത്താനാവില്ല. അതുകൊണ്ട് യേശുവിൻ്റെ ക്ഷണം ഇന്നും വ്യക്തമാണ്. വയലിലേക്ക് ഇറങ്ങി വരൂ, ജീവിതത്തിലേക്ക് ഇറങ്ങി വരൂ, ബന്ധങ്ങളിലേക്ക് ഇറങ്ങി വരൂ, പ്രാർത്ഥനയിലേക്ക് ഇറങ്ങി വരൂ, സ്വന്തം ഹൃദയത്തിലേക്ക് ഇറങ്ങി വരൂ. കാരണം നിധി വയലിന് പുറത്തല്ല, വയലിലാണ് നിധി മറഞ്ഞിരിക്കുന്നത്. ഇവിടെയാണ് STR ധ്യാനത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാകുന്നത്. STRൽ നാം ഒരു വിശുദ്ധ ശബ്ദം ആവർത്തിക്കുന്നു, ഒരു സ്പർശം അനുഭവിക്കുന്നു, ഒരു താളം പിന്തുടരുന്നു. ഇവയെല്ലാം രൂപങ്ങളാണ്, എന്നാൽ ഇവ അന്തിമ ലക്ഷ്യമല്ല. ശബ്ദം നമ്മെ നിശബ്ദതയിലേക്ക് നയിക്കുന്നു,
സ്പർശം സാന്നിധ്യത്തിലേക്ക് നയിക്കുന്നു. താളം ചിതറിക്കിടക്കുന്ന മനസ്സിനെ ഏകാഗ്രമാക്കുന്നു. ക്രമേണ രൂപം സാരത്തെ വെളിപ്പെടുത്താൻ തുടങ്ങുന്നു. അതാണ് STR. രൂപത്തിൽ നിന്ന് സാരത്തിലേക്കുള്ള ആത്മീയ പരിശീലനം, വയലിൽ നിന്ന് നിധിയിലേക്കുള്ള യാത്ര. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നാം പഠിച്ചത് ഈ ഉപമയിലെ മറ്റൊരു ആത്മീയ നിയമമാണ്. രൂപത്തിൽ പ്രവേശിക്കാതെ സാരത്തെ കണ്ടെത്താനാവില്ല. എന്നാൽ രൂപത്തിൽ മാത്രം നിന്നാൽ സാരത്തെ നഷ്ടപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് ജീവിതത്തിൽ നിന്ന് ഓടിപ്പോകരുത്. ജീവിതത്തിലേക്ക് ഇറങ്ങി വരൂ. പ്രാർത്ഥനയിൽ നിന്ന് ഓടിപ്പോകരുത്. അതിൻ്റെ ആഴത്തിലേക്ക് കടക്കും. രൂപത്തെ നിരസിക്കരുത്. അതിൽ മറഞ്ഞിരിക്കുന്ന സാരത്തെ അന്വേഷിക്കൂ. കാരണം വയലിലാണ് നിധി, രൂപത്തിലാണ് സാരം. അത് കണ്ടെത്തുന്നവനാണ് യഥാർത്ഥ ആത്മീയ യാത്രികൻ. പ്രിയ സുഹൃത്തുക്കളെ, അടുത്ത എപ്പിസോഡിൽ ഈ അതേ ഉപമയിൽ മറഞ്ഞിരിക്കുന്ന മറ്റൊരു അടിസ്ഥാന ആത്മീയ നിയമം നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. അതുവരെ ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.